രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക തന്റെ വേലയെത്തിക. ഹല്ലേലൂയ. ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നാം ലഹരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റ് ഒരു വലിയ ലഹരിയാണ് നിറം, ജാതി, മതം തുടങ്ങിയതിൻ്റെ പേരിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ആ ലഹരി. നിറം, ജാതി, മതം എന്നിവയുടെ എല്ലാം പേരിൽ അധിക്ഷേപം നേരിടുന്നത് വാസ്തവമാണ്. ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണല്ലോ ശാരദയുടെ ഭരണരീതി കറുപ്പും മുൻഗാമി ഡോക്ടർ വി വേണുവിൻ്റേത് വെളുപ്പും എന്ന് ഒരാൾ അധിക്ഷേപ പരാമർശം നടത്തിയതിനെ കുറിച്ച് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഉൾക്കരുത്തോടെ എൻ്റെ നിറം കറുപ്പാണ്, അതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുഴക്കവും മൂർച്ചയും അനേകർ തിരിച്ചറിയുവാനായിട്ട് ഇടയായി. ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ മനുഷ്യനെ അളക്കുന്നത് എത്രയോ അല്പത്തരമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടി അഥവാ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. അത് ബൈബിൾ വ്യക്തമാക്കുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തത് നിമിത്തമായിട്ട് അവനിൽ ഒത്തിരി വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. മറ്റൊരു കാര്യം കൂടി ഇത്തരണത്തിൽ പറയാതിരിക്കുവാനായിട്ട് സാധ്യമല്ല. ഈയിടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആ മാന്യ അദ്ദേഹം പെന്തക്കോസ്റ്റിൽ വിശ്വാസികൾ കൂടുന്നത് കഞ്ഞിയും അല്ലെങ്കിൽ പയറും 1000-500 രൂപയും ഒക്കെ കൊടുത്താണ് ഒരാളെ പിടിക്കുന്നത് എന്ന് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് അദ്ദേഹത്തിൻ്റെ ജാള്യത കൊണ്ട് പറഞ്ഞതായിരിക്കാം. കാരണം എന്തെന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽ തന്നെ അനേകർ ഈ വിശ്വാസം സ്വീകരിച്ച് ഇതിനകത്ത് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുണ്ട്. ആ സമൂഹത്തിൽ നിന്ന് അനേകർ ആരാധിക്കുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. ഇവരെയെല്ലാം 500 രൂപ വെച്ച് കൊടുത്തോ കഞ്ഞി കൊടുത്തോ കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ തിരിച്ച് അദ്ദേഹത്തിന് കോടികളുടെ ആസ്തി ഉണ്ടല്ലോ. ആ ഷാപ്പ് നടത്തിയും കോളേജുകൾ നടത്തിയും ഒക്കെ എത്രയോ കോടികൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം ആ സംഘടനയുടെ ദീർഘനാളായിട്ടിരിക്കുന്ന സെക്രട്ടറി അല്ലേ? അങ്ങനെയെങ്കിൽ കുറെ കൊടുത്ത് ഇവിടെ നിന്ന് അനേകരെ തിരിച്ച് അങ്ങോട്ട് പിടിച്ചെടുത്ത് കൊണ്ടുപോയി കൂടെ? അത് ചിന്തിക്കേണ്ടതാണ്. മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് പോലും ഒരു അഡ്മിഷൻ കോളേജുകളിൽ കിട്ടണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ വാങ്ങിയാണ് ഇവരത് ചെയ്യുന്നത്? എന്നാൽ ആർക്കെങ്കിലും സൗജന്യമായിട്ട് ഒരു അഡ്മിഷനെങ്കിലും ഒരു സ്കൂളിലോ കോളേജുകളിലോ ഈ പറയുന്ന വ്യക്തി കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇത്യാദി ജാതി, നിറം അല്ലെങ്കിൽ ചില വ്യർത്ഥ അഭിമാനങ്ങൾ ഒക്കെ കാട്ടി മനുഷ്യൻ കാണിക്കുന്ന ചില ലഹരികളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യന്റെ ഈ ചിന്താഗതികൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇരമ്യാ പ്രവചനം 17:9-10 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: ഹൃദയം എല്ലാറ്റിനെക്കാട്ടിലും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവർ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്ന് പറയും. അപ്പോൾ ഹൃദയത്തിന്റെ അകത്തുള്ള കറുപ്പാണ് മാറേണ്ടത്. ഹൃദയത്തിന്റെ അകത്തുള്ള പാപേച്ഛകള് അതാണ് മാറേണ്ടത്. ആ ജഡീക ചിന്തകളാണ് മാറേണ്ടത്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് തന്നെ പറയുന്നു, 15-ാം അധ്യായത്തിന്റെ 18 മുതൽ, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു, മനുഷ്യനെ അത് അശുദ്ധമാക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഹൃദയത്തിന്റെ അകത്തുകൂടിയിരിക്കുന്ന പാപത്തിന്റെ കറുപ്പ്
അത് പോകാതെ പുറമേ തൊലി വെളുത്തെറിഞ്ഞാലും മഞ്ഞളിച്ചിരുന്നാലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതെ, യേശു ക്രിസ്തു ഹൃദയത്തിൽ ജന്മമെടുത്തെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ ആ ശൈലി മാറും, അവന്റെ മുഖത്ത് അതിന്റെ മാറ്റം വരും, അവന്റെ ജീവിതത്തിൽ അതിന്റെ മാറ്റം വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അനേകർ പെന്തക്കോസ്തിലേക്ക് ഒഴുകുന്നത്. പെന്തക്കോസ്തിനകത്തൊരു ജാതിയില്ല. ഇതിനകത്തെന്നാൽ ഭൂലോകത്തിലുള്ള സകല ജാതി മതസ്ഥരിൽപ്പെട്ടവരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിനകത്തുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അനേക കോടികൾ ഇതിനകത്തുണ്ട്. പലയിടങ്ങളിലും ഗവൺമെന്റിന്റെ വോട്ട് പോലും അവരെ കണക്കാക്കിയാണ് നിൽക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയ ആ നടേശൻ സാറിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കാര്യങ്ങൾ പഠിക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയരുത്. അതേപോലെ നിറത്തിന്റെ പേരിലും ആരെയും അളക്കരുത്. സകലരെയും സൃഷ്ടിച്ചവൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ത്തി കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമം പോകാറായി. കാന്തൻ വരാറായി നാമം പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമം പോകാറായി. കാന്തൻ വരാറായി നാമം പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ